നിങ്ങളുടെ ആഘോഷങ്ങളോട് എനിക്ക് വെറുപ്പാണ്. ഇന്ന് ഈ ഭാരതത്തില് നമ്മൾ വെറും 2% അതിൽ താഴെയോ ആയി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം, അതിന്റെ മൂല കാരണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന സ്നേഹത്തിന്റെ അരൂപിയാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി ദുരിതത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ കണ്ണുകൾ അടച്ച് എൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ അന്ത്യനിമിഷത്തിൽ ഞാൻ ദുഃഖിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ബന്ധങ്ങളെക്കുറിച്ച് ഈ തിരുനാൾ ദിനങ്ങൾ നമ്മൾ ചിന്തിക്കണം. നമ്മൾ വലിയ ചെണ്ടയും കൊട്ടി പാട്ടും പാടി പ്രദക്ഷിണം മാത്രം വെച്ചാൽ പോരാ. അതിനുള്ള ആത്മബന്ധം നമുക്കുണ്ടോ? എൻ്റെ സഹോദരനോട്, എൻ്റെ സഹോദരിയോട് എനിക്ക് നിർവ്യാജമായ സ്നേഹത്തോടെ ഇടപെടുവാൻ സാധിക്കുന്നുണ്ടോ? അതിരുമാന്തി, അന്യനെ ഭർഷിച്ച്, അന്യന് ദ്രോഹം ചെയ്ത് കുടുംബ ബന്ധങ്ങൾ നശിപ്പിച്ച വ്യക്തിയാണ് ഞാനെങ്കിൽ ഈ ദൈവജനത്തിലെ അംഗത്വത്തിന് അവകാശം എനിക്കില്ല എന്ന് ഞാൻ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹബന്ധങ്ങള് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. അതുകൊണ്ട് ഈ ഉത്സവങ്ങളെല്ലാം, ഈ തിരുനാളുകളെല്ലാം ദൈവമായ കർത്താവ് പ്ലാൻ ചെയ്തത്, വിഭാവനം ചെയ്തത് ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഈ സമൂഹത്തിലെ ഓരോ അംഗവും, ഓരോ കുടുംബവും സ്നേഹത്തിൽ സഹവസിക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ പരസ്പരം കണ്ടാൽ മിണ്ടാത്ത മനുഷ്യരായി ജീവിച്ചിട്ട് തിരുനാൾ ആഘോഷിച്ചിട്ട് എന്ത് കാര്യം? നിങ്ങളുടെ ആഘോഷങ്ങളോട് എനിക്ക് വെറുപ്പാണ് എന്ന് ദൈവമായ കർത്താവ് പഴയ നിയമത്തിൽ ആവർത്തിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ അതെപ്പോഴാണെന്ന് മനസ്സിലാകും. മനുഷ്യർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളില് ഉടവ് സംഭവിച്ചപ്പോൾ, അകലം സംഭവിച്ചപ്പോൾ, അന്തരമുണ്ടായപ്പോൾ, മനുഷ്യൻ സ്വാർത്ഥനായി അന്യനെ പരിഗണിക്കാതെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ജീവിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ തിരുനാളുകളോട്, നിങ്ങളുടെ ആഘോഷങ്ങളോട്, നിങ്ങളുടെ ബലികളോട് വെറുപ്പാണ്. കാരണം നിങ്ങൾ ഞാൻ പറഞ്ഞ കൽപ്പന പാലിക്കുന്നില്ല. നിങ്ങൾ എന്റെ ഇഷ്ടമായ സ്നേഹത്തിന്റെ വക്താക്കളാകുന്നില്ല. പരസ്പരം സഹായിക്കുവാൻ, പരസ്പരം കരുതുവാനാണ് ഈ ഭൂമിയിലേക്ക് നിങ്ങളെ ഞാൻ സൃഷ്ടിച്ച് അയച്ചത്. ക്ഷണികമായ വർഷങ്ങളില് ഈ സ്നേഹം നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതാവസാനം വലിയ കഷ്ടമായിരിക്കുമെന്ന് മുന്നറിയിപ്പ് തരുവാൻ പ്രവാചകന്മാരെ അവിടെ നിന്ന് അയച്ചു. സ്നേഹത്തിൽ ജീവിക്കുന്ന മനുഷ്യർ മാത്രമേ ദൈവത്തെ കാണുകയുള്ളൂ. കാരണം ദൈവം സ്നേഹമാണ്. പിടിവാസികൾ മൂലം, സ്വാർത്ഥ ചിന്തകൾ മൂലം അന്യനോട് കലഹിച്ച് ജീവിക്കുന്ന മനുഷ്യരൊക്കെ ശ്രദ്ധിക്കണം. നിന്റെ ആത്മാവിനെ നീ പ്രധാനമായി കരുതുന്നുണ്ടെങ്കിൽ, ഈ ലോക ജീവിതത്തിന് അപ്പുറത്തേക്ക് നിനക്കൊരു ജീവിതമുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ആത്മാവിന്റെ പരിപോഷണത്തിനായി സ്നേഹത്തിന്റെ പ്രവർത്തികൾ പ്രധാനപ്പെട്ടതായി കരുതുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് രമ്യതപ്പെടണം. അന്യനെ കാണുമ്പോൾ മുഖം മറയ്ക്കുന്നവന്റെ മുമ്പിൽ ദൈവം മുഖം മറയ്ക്കുമെന്ന് നമ്മൾ മറക്കരുത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ഉത്സവങ്ങൾ, നമ്മുടെ തിരുനാളുകൾ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആഘോഷിക്കണമെങ്കിൽ, ദൈവം ഈ തിരുനാളുകളിൽ സന്നിഹിതനാകണമെങ്കിൽ മനുഷ്യർ തമ്മിൽ ഈ സ്നേഹത്തിന്റെ ജീവിതം നയിക്കണം. നമുക്ക് ആലോചിച്ച് നോക്കാം, നമ്മുടെ അയൽവക്ക ബന്ധങ്ങൾ എപ്രകാരമാണ്. നമ്മുടെ ഇടവക സമൂഹത്തില് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ, ദുരിതം വന്നാൽ എത്ര പേർ അത് സ്വന്തം ദുരിതമായി, സ്വന്തം ദുഃഖമായി, സ്വന്തം പ്രയാസമായി കണ്ട് അവരെ സഹായിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കണ്ണടച്ചാൽ ഞാൻ സ്വാർത്ഥനാണ് എന്ന് ചിന്തിക്കണം. എനിക്ക് ദൈവം തന്നിട്ടുള്ളതെല്ലാം അവിടുത്തെ ദാനമാണെങ്കിൽ എനിക്കതെല്ലാം സ്വന്തമാക്കി വെക്കുവാൻ എന്ത് അധികാരമാണുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവൻ പോലും നമ്മുടെ കൺട്രോളിലല്ലെന്ന് നമുക്കറിയാം. എത്ര ദിവസം വെന്റിലേറ്ററിൽ കിടന്നാലും ഒരു ദിവസം ആ വെന്റിലേറ്റർ മാറ്റുമ്പോൾ നമ്മൾ മൃതി അടയുമെന്നുള്ളത് സത്യമാണ്. ആധുനിക ശാസ്ത്രീയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് ദിവസങ്ങൾ, ലക്ഷങ്ങൾ കൊടുത്ത് നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കുമായിരിക്കാം. പക്ഷേ എത്ര നാൾ? അനന്തകാലത്തേക്ക് ഈ ജീവനെ നീട്ടിക്കൊണ്ടുപോകുവാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കും, ഈ പറയുന്ന എനിക്കും സാധിക്കുകയില്ല.
പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സൃഷ്ടിയാണ് ഞാനെങ്കിൽ ഒരിക്കൽ എനിക്ക് ദൈവം തന്ന ഈ ജീവശ്വാസം അവിടുന്ന് തിരിച്ചെടുക്കുമ്പോൾ അവിടുത്തെ തിരുമുമ്പിൽ എൻ്റെ ആത്മാവ് ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിൽക്കേണ്ടി വരും. എത്ര വലിയവനാണെങ്കിലും, എത്ര അധികാരമുള്ളവനാണെങ്കിലും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും, എന്തുമാത്രം ആരോഗ്യമുണ്ടെന്ന് ധരിച്ചു വച്ചിരിക്കുന്നവരാണെങ്കിലും ദൈവ തിരുമുമ്പിൽ ഒരിക്കൽ നമ്മുടെ ആത്മാവ് മാത്രമായി നിൽക്കേണ്ടി വരും. നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ജീവിത സഖിയോ മക്കളോ ആ കൂട്ടത്തിൽ കാണുകയില്ല. കൂട്ടായ്മയിൽ ജീവിക്കുന്ന നമ്മൾ ദൈവിക കൂട്ടായ്മയിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന് മുമ്പിൽ ഏകയായി നിൽക്കേണ്ടി വരുന്ന ഒരു നിമിഷം വരുമെന്ന് നമ്മൾ മറന്നു പോകരുത്. അവിടെ നമ്മുടെ ചെയ്തികൾ മാത്രമേ നമുക്ക് കൂട്ടായി ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്ക് ആസ്വദിക്കാം, ഉപയോഗിക്കാം. പക്ഷേ എൻ്റെ സഹോദരന്, എൻ്റെ സഹോദരിക്ക് അത് നിഷേധിച്ചിട്ടാവരുത്. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി ദുരിതത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ കണ്ണുകൾ അടച്ച് എൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്നവളാണെങ്കിൽ അന്ത്യനിമിഷത്തിൽ ഞാൻ ദുഃഖിക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കൂട്ടായ്മയാണെന്നുള്ള ബോധ്യം ഈ തിരുനാൾ ദിനങ്ങൾ നമുക്ക് നൽകട്ടെ. ഈ കൂട്ടായ്മയെ നമ്മൾ പരിപോഷിപ്പിക്കണം. അതിനൊരു സാമുദായിക ചിന്ത നമുക്ക് ആവശ്യമാണ്. കത്തോലിക്കർക്ക് മാത്രം ഇല്ലാത്തൊരു വലിയ സവിശേഷതയാണ് സാമുദായിക ചിന്ത. ഇപ്പോൾ ഏതായാലും ദൈവം അനുഗ്രഹിച്ച് വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിനിധി സമ്മേളനം തലശ്ശേരിയിൽ വെച്ച് വിളിച്ചു. ഒത്തിരിയേറെ പേര്, 400ഓളം പേര് പ്രതിനിധികൾ വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ പുറവേൽ നിന്നും വന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്ക് ഒരു സമുദായമായിട്ട് നിന്നാൽ ഈ സമുദായത്തിലെ അംഗങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് മറ്റ് സമുദായങ്ങൾക്കെതിരല്ല. അവർക്കൊക്കെ അവരുടേതായ കൂട്ടായ്മകളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അസൂയപ്പെടുകയോ കുശുമ്പുപ്പെടുകയോ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മുടെ സമുദായത്തെക്കുറിച്ച് നമ്മൾ അല്പം കൂടി ചിന്തിക്കണം. പരസ്പരം കൂട്ടായ്മയിൽ ജീവിക്കണം, സഹായിക്കണം. അതിന് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു 50 വർഷം യൂറോപ്പിൽ സംഭവിച്ച വലിയ അപകടത്തെക്കുറിച്ച് കൂടി പറഞ്ഞ് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. 15 വർഷം ഞാൻ ഓസ്ട്രിയയിലും ജർമ്മനിയിലുമായിട്ട് ജീവിച്ചു. യൂറോപ്പിലായിരുന്നു. ഞാൻ പഠിച്ചതൊക്കെ ഓസ്ട്രിയയിലാണ്. അത് കഴിഞ്ഞ് ജർമ്മനിയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കൂടി പഠിച്ചു, അവിടെ ജീവിച്ചു. ഈ 15 വർഷക്കാലം എന്നെ ഒത്തിരി ജീവിത സത്യങ്ങൾ പഠിപ്പിച്ചു. അവിടെ ചെന്നാൽ അവർക്കൊക്കെ ഈ പ്രൈവസി, എന്നാ പറയണ്ടേ, നമ്മുടെ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ്. പള്ളി കഴിഞ്ഞ് ചേട്ടനോട് ഞാൻ ചോദിക്കുക, ചേട്ടാ ഇന്ന് എവിടെയാണ് പോയത് എന്ന് ചോദിച്ചാൽ അതറിഞ്ഞിട്ട് അച്ഛനെന്താ കാര്യം എന്ന് അവർ ചോദിക്കും. അത് അത്രമാത്രം പ്രൈവസിയെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. ഒരു ചേട്ടത്തിയോടും കൊച്ചിനോടും ഒരു പ്രാവശ്യം പള്ളി വന്നു കൊച്ചിനെ ആശീർവദിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ചേട്ടത്തിയെ ഒരിക്കലും പള്ളി കണ്ടിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടത്തി ഈ അടവക്കാരിയാണോ, എവിടെയാണ് താമസിക്കുന്നത്? അന്നേരം മോത്തടിച്ച് അവളുടെ ചേട്ടത്തിനോട്, അത് അച്ഛൻ്റെ കാര്യമല്ല, അത് ഞാൻ എവിടെയും താമസിച്ചോളുന്നു. നമുക്കത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. അത്തരത്തിലുള്ള ഒരു സ്വകാര്യതയുടെ ആൾക്കാരാണ് ഇവര്. ഒരു 50 വർഷം മുമ്പ് അവർക്ക് ഒത്തിരി സാമ്പത്തിക ഉന്നതി വന്നു, വളരെയധികം ഡെവലപ്മെന്റ് ഉണ്ടായി, പുരോഗതി ഉണ്ടായി. അപ്പോൾ അവരെന്ത് ചെയ്തെന്നറിയാം? അവർ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് സഭയും വേണ്ട, സമുദായം വേണ്ട, ഈ കൂട്ടായ്മയൊന്നും പ്രധാനമല്ല, ഞാനും എൻ്റെ കുടുംബവും മതി എന്ന് പറഞ്ഞു. കുറച്ച് നാൾ അങ്ങനെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ പലരും പള്ളിയിൽ പോകാണ്ടായി, വിശ്വാസം ഉപേക്ഷിച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഞാനും എൻ്റെ കുടുംബവും എന്ന് പറഞ്ഞ ആളുകൾ ആ കുടുംബത്തിൽ തന്നെ വേർപെട്ട് പോകാൻ തുടങ്ങി. പിള്ളേർ പറഞ്ഞു മാതാപിതാക്കളോട്, ഇനി നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണ്ട. 18 വയസ്സായി അന്നേരം അവർ വലിയ ആഘോഷം വെച്ച്, പ്രായപൂർത്തിയായതിൻ്റെ ആഘോഷമാണ്. അത് കഴിഞ്ഞ് അവർ വീട് വിട്ടുപോയി മറ്റൊരു വീടെടുത്ത് താമസിക്കുക. അവർക്കതിനുള്ള പൈസ സമ്പാദിക്കാനുള്ള വഴികൾ അവിടെയുണ്ട്. മാതാപിതാക്കൾ അവർക്ക് വിഷയമല്ല. ഇവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും മാതാപിതാക്കൾക്ക് ഒരു വാക്ക് പോലും പറയുവാനുള്ള അവകാശമില്ല, ഇന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ടിരിക്കുന്നത്. അങ്ങനെ ജീവിച്ച് ഒറ്റപ്പെട്ട തുരുത്തുകളായിട്ട് അവർ ജീവിച്ചു. സാമ്പത്തികമായ ഉന്നതി ഉണ്ടായെങ്കിലും മാനുഷികമായ ജീവിത സന്തോഷം അവർക്ക് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഞാൻ കണ്ടിട്ടുണ്ട് എത്രയോ പേര് ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നതായിട്ട്. കാരണം അവർക്ക് ജീവിക്കുവാനായിട്ടൊരു പ്രതീക്ഷ നൽകുന്ന ഒന്നുമില്ല, സ്നേഹിക്കുവാൻ വ്യക്തികളില്ല. അവരുടെ ജീവിതം പലപ്പോഴും വിവാഹബന്ധത്തിലുപരി ലിവിങ് ടുഗദർ ആയിരുന്നു. ഒരുമിച്ച് ജീവിക്കുന്ന മനുഷ്യര് കുറെ നാൾ കഴിയുമ്പോൾ അവർക്ക് അവരെ തന്നെ കെട്ടുന്ന ഒരു ബോണ്ടില്ല, ഒരു കൂട്ടായ്മയില്ല, ഒരു ഉടമ്പടിയില്ല. അതുകൊണ്ട് എന്ത് പറ്റി? ചെറിയ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴേ ഉപേക്ഷിച്ചു പോയി. ഒരു ദിവസം എൻ്റെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞു,
അച്ഛാ 16 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ച്, ഞാനും എൻ്റെ സുഹൃത്തും. ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, ഞാൻ വിവാഹം കഴിച്ചില്ല. ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു, സന്തോഷപ്രദമായ ജീവിതമായിരുന്നു. 1-2 കുട്ടികളും ഉണ്ട് ആ ബന്ധത്തിൽ. ഇന്നലെ അദ്ദേഹത്തിന് എന്നോട് എന്തോ ഇഷ്ടക്കേട് തോന്നി, എന്നെ ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞു. 16 വർഷം വിശ്വസിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അകന്നു പോവുകയാണ്. കാരണം അവരെ ബന്ധിപ്പിക്കുന്ന ദൈവികമായ ഉടമ്പടി അവർക്കില്ലായിരുന്നു. എന്നാ പറയണ്ടേ, വൃദ്ധമന്ദിരങ്ങളുള്ള സ്ഥലമാണ് ജർമ്മനിയൊക്കെ. എന്തുകൊണ്ടാണത്? മക്കൾക്ക് മാതാപിതാക്കളെ നോക്കാൻ യാതൊരു താല്പര്യവുമില്ല. അവരുടെ സ്ഥിതി അത് തന്നെയാണ് ഭാവിയിൽ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ അപകടം നമ്മുടെ നാട്ടിലും പതുക്കെ പതുക്കെ കടന്നു വരികയാണ്. നമ്മൾ വലിയ പുരോഗതി പ്രാപിച്ചവരാണ് ചിന്തിക്കുമ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്ര മക്കൾക്ക് ഇന്ന് പഴയതുപോലെ കാരണവന്മാരെ നോക്കാൻ താല്പര്യമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ കൊച്ചുനാളില് എൻ്റെ വല്യച്ചാച്ചൻ കിടപ്പിലായപ്പോൾ കിടന്ന കട്ടിലെ കിടന്ന് മലമൂത്ര വിസർജനം നടത്തിയപ്പോൾ എൻ്റെ അപ്പനെ, അതായത് എൻ്റെ വല്യച്ചാച്ചനെ ശുശ്രൂഷിച്ച് ഞാൻ ഇന്നും കണ്ട് ഓർമ്മയുണ്ട്. എന്തുമാത്രം ത്യാഗത്തോടെ എൻ്റെ അമ്മ ആ മലമൂത്ര വിസർജനം എടുത്തു മാറ്റി എൻ്റെ വല്യച്ചാച്ചനെ കഴുകി ശുദ്ധിയാക്കി ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എത്ര മക്കൾക്ക് നിങ്ങളെയൊക്കെ ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം ഉണ്ടാകുമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മക്കൾക്ക് ഈ മാനുഷികമായ ഗുണങ്ങൾ നമ്മൾ പകർന്നു കൊടുത്തില്ലെങ്കിൽ നമ്മളുടെ അന്ത്യകാലങ്ങൾ വലിയ ദുരിതത്തിലായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പണം കൊണ്ട് സർവ്വതുമായില്ല. പ്രിയപ്പെട്ടവരെ, കൊച്ചുനാളില് ഒരു കുഞ്ഞിനെ ഈ അമ്മമാര് എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് വളർത്തിക്കൊണ്ടുവന്നത്. ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ത്യാഗമാണ് അനുഭവിക്കുന്നതെന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എൻ്റെ കൊച്ച് അവൻ മലമൂത്ര വിസർജനത്തിലാണെന്ന് പറഞ്ഞ ഒരു അമ്മ ഒരിക്കലും മാറ്റി നിർത്തിയല്ല. സ്വന്തം കൈകൊണ്ട് കഴുകി വൃത്തിയാക്കി ആ മകനെ വളർത്തി, ആ മകളെ വളർത്തി വലുതാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നത്. അന്ത്യകാലത്ത് ഈ വളർന്നു വന്ന മകൻ, ഈ വളർന്നു വന്ന മകൾ തന്റെ ചെറുപ്പത്തിൽ തന്നെ കഴുകി വിശുദ്ധീകരിച്ച വെടിപ്പാക്കിയ ഈ അമ്മയെയും അപ്പനെയും കഴുകി വെടിപ്പാക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ കാലത്ത് അല്ല ഇക്കാലത്തും നമ്മൾ പറയുന്നത്, കാരണവന്മാരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് അവർക്കൊരു നല്ല മരണത്തിന് കാരണമാകുന്ന മക്കൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന്. ഇന്ന് ദൈവാനുഗ്രഹം കൊണ്ടുപോകുന്നത് മക്കളാണോ അതോ വൃദ്ധമന്ദിരങ്ങളാണോ? പല വൃദ്ധമന്ദിരങ്ങളിൽ നമ്മുടെ സിസ്റ്റർമാരാണ് സേവനം ചെയ്യുന്നത്. അതുകൊണ്ട് സിസ്റ്റർമാർക്ക് കോടി പുണ്യം കിട്ടും. മക്കൾക്ക് കിട്ടേണ്ടത് അതല്ല.